സോ സോറി ഫോർ ദി ഡിലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കരിമഠം മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. സോ അവരവരുടെ എക്സ്പീരിയൻസും ഈ മൂവിയുടെ തോട്ട്സ് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. സോ എൻ്റെ പേര് അമലാദ്. ഇവിടെ എല്ലാവർക്കും അതിന് നന്ദി പറയുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ്. സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ വൈഫ് ഹീറോയാണ് അനുസരിച്ച് സംസാരിക്കും. നമസ്കാരം. 3.5 വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലം ഓഗസ്റ്റ് 7-ന് കരിമഠം മലയാളം റിലീസാവുകയാണ്. UA 16+ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഒരു മിസ്റ്റിക് ഫാൻറ്റസി റൊമാൻറ്റിക് മിക്സഡ് ജോണറാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഫെസ്റ്റിനും വിട്ടിട്ടുണ്ടാകും. ഫിലിം ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തിന്റെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്? ഫിലിം ഫെസ്റ്റിവലിൽ മധുമിത്രൻ, അക്വികോർണി, പൂക്കായ്, ഏഷ്യൻ ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റ്, പിന്നെ അങ്ങനെ ഇൻഡി ഹൗസ് ബാഴ്സലോണ, പിന്നെ ഇപ്പം വന്നിരിക്കുന്നത് ഒരു എൻട്രി നല്ല ജാഗ്രൻസ് അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ട്. അങ്ങനെ മൂവ് ചെയ്തു കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ക്രൂവിനെ സെലക്ട് ചെയ്തെടുത്തത്? ആക്ച്വലി ക്രൂ ആദ്യം ഉണ്ടാകും, ഫിലിമിൻ്റെ തോട്ട് പിന്നെയാണ് ഉണ്ടാകും. നമ്മളൊരു കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, കോട്ടയം, നമ്മളെ നിൽക്കുന്ന കുറച്ച് കലാകാരൻ അവരുടെ സുഹൃത്തുക്കളെ നെറ്റ്വർക്ക് ചേർന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പം ഉണ്ടായ ഒരു പ്ലാനിങ്ങിനുണ്ടായ ഒരു വർക്കാണ് ആക്ച്വലി. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുണ്ടായ വർക്കാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെ ബ്രദറാണ്. വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന ശ്രീദാസൻ യൂസുഫിൻ്റെ ഗുരുവാണ്. പുള്ളിയുടെ ഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. തീർത്ത എൻ്റെ സുഹൃത്തിൻ്റെ കെയർ ഓഫ് ഫിലിമാണ് നായിക. ഇതിൻ്റെ അടുത്ത സുഹൃത്താണ്, ഇതിൻ്റെ സഹോദരി എന്ന് പറയാം. ശ്രീജിത്ത് കൂട്ടുകാരനാണ്. വിവേകാനന്ദ് സാർ ഫുൾ കോർഡിനേഷൻ ചെയ്ത പ്രോജക്ട് കോർഡിനേഷൻ ചെയ്ത വിവേകാനന്ദ് സാർ, ചേട്ടൻ സുനിൽ, ഷാരിക അടുത്ത സുഹൃത്താണ്. എന്തിന്റെ കഥയാണ് ഇതൊരു ആസ്പദമാക്കി എടുത്തിരിക്കുന്നത്? ഇത് ആക്ച്വലി പ്രണയം, മെയിൻലി പ്രണയം തന്നെയാണ്. പ്രണയം ഉണ്ടാക്കുന്ന വേദന ഒരു വിരഹവേദന എന്നുള്ളതല്ല. സ്വന്തം പാർട്ട്ണർ നമ്മളെ ചതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെയിൻ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു റിവഞ്ച്, ആ ഒരു ടൈപ്പിലാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇല്ലെങ്കിൽ അതൊരു ചിരിയിൽ ഒതുക്കാതെ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ മറുപടി തന്നെ. അത് പണി ആ ഒരു പെയിൻ, സ്വന്തം പാർട്ട്ണർ നമ്മളെ ബിട്രേ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പെയിൻ നമ്മളെ മരണവേദനയെക്കാളും വലുതാണ് എന്നാണ് ഈ ഫിലിം കാണിക്കുന്നത് മെയിനായിട്ട്. ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് മൊത്തം വരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുഞ്ഞിലോട്ടെ എന്തെങ്കിലും ഫിലിമിലാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നോട്ടെ ട്രൈ ചെയ്യുന്നതാണ്. ഒരുപാടത്ത് ചാൻസ് ഒക്കെ പറ്റി. പക്ഷേ ലാസ്റ്റ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തത് സ്റ്റോറി ആക്ച്വലി നമുക്ക് ബാല്യകാലത്തൊക്കെ നമുക്ക് ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ കൊണ്ടൊരു പ്രണയം. അപ്പം അതിൽ ഒരു അവിടെ എനിക്ക് നിർണായക ഘട്ടത്തിൽ എനിക്കൊരു തള്ളിപ്പറച്ച് കിട്ടിയിട്ടുണ്ട് എൻ്റെ പാർട്ണറിൽ. അപ്പം അതിൽ നിന്നുള്ള പെയിനാണ് എനിക്ക് എൻ്റെ പെയിൻ. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അതെ, തേപ്പ് കിട്ടിയിട്ടുണ്ട്, തേച്ചിട്ടുണ്ട്, രണ്ടും ചെയ്തിട്ടുണ്ട്. സിനിമ നിർമ്മിക്കാൻ ഒരു ആലോചന വന്നു. അതിനകത്ത് മുന്നോട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇത് ആക്ച്വലി നമ്മൾ ആദ്യമേ നമുക്ക് അവൈലബിൾ ലൊക്കേഷൻസ് എല്ലാം നമുക്കറിയാം. നമുക്ക് റൈറ്റർ ഞാനായതുകൊണ്ട് തന്നെ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഹെലികോപ്റ്ററോ അതുകൊണ്ട് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നിൽക്കുന്ന ഫെസിലിറ്റീസിൽ വെച്ചിട്ട് വലിയ പടം പറയണം.
അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ചോദിച്ചത് പറഞ്ഞു? അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി, അതായത് നമ്മൾ സിനിമ ചിന്തിക്കുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ വളരെ സ്പീഡായിട്ട് ചിന്തിച്ച് സിനിമ തീരും. അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളിലേക്ക് കൂടെ കടന്നു പോകുമ്പോഴത്തേനും അവിടെ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് തോട്ട് വളരെ സിമ്പിളാണ് പറയുന്നത്. നമുക്ക് ചിത്രീകരണത്തിന് ഏതാണ്ട് 1.5 വർഷത്തോളം എടുക്കും ഷൂട്ട് പ്രോസീജിയർ. ഒന്നാമത്തെ കേസ് മേക്ക് ഓവർ ചേഞ്ചസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 വർഷം മൊത്തം പടം ഷൂട്ട് തുടങ്ങി 3 വർഷമാകും കറക്റ്റ് റിലീസ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയൊക്കെയായിരുന്നു? അമ്പനാട്, കൊല്ലം ജില്ല അമ്പനാട്, മണ്ടോത്തുരുത്ത്, ആര്യങ്കാവ്, തെങ്കാശി, തിരുമലക്കോട്ട, പിന്നെ എറണാകുളത്തുണ്ട്, ഇന്ത്യ ഈ ബൈപ്പാസ് ഉണ്ടല്ലേ, കടമക്കുടി, അങ്ങനെ കുറേ ലൊക്കേഷൻസ്. എന്തുകൊണ്ടാണ് ഒരു 16+ സർട്ടിഫിക്കേഷൻ വരാൻ കാരണം? ആക്ച്വലി എ കാറ്റഗറി പോയേണ്ടതാണ്. കാര്യം ഒരുപാട് ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഇതിനകത്തുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മളത് UA കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ കുറേ സീക്വൻസുകൾ നമ്മളത് ട്രിം ചെയ്ത് കളയുകയാണ്. ഡയറക്ടറിന് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പക്ഷേ ഇതെല്ലാം കാണണ്ടേ, ഈ ഒരു സംഭവം എല്ലാവരും എത്തണം, അപ്പം കൂടുതൽ ബെറ്റർ അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒതുക്കിയതാണ്. അതാണ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്? ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ കുറെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തൊരു പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ക്രൂ ആയിരുന്നു. ഇന്ന ജോലി ഇന്ന ആൾക്കാർ ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ടീം വർക്കായിട്ടാണ് ഈ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു 3 വർഷം ഷൂട്ടിന് എടുത്തു. 3 വർഷം എടുത്തെന്ന് വെച്ചാൽ ഈ പോസ്റ്റിൽ കാണുന്ന ലേശം മേക്ക് ഓവർ 3 വണ്ണം വെയിറ്റ് കൂട്ടണം, കുറയ്ക്കണം, അങ്ങനെ അത്ര. പിന്നെ എൻ്റെ കുറച്ച് ഇൻസിഡന്റുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പൊ ഏത് മൂവി ആണെങ്കിലും എന്ത് ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ഇപ്പൊ AI-യുടെ മേഖല എന്നുള്ളത്. നിങ്ങളുടെ സിനിമയിൽ അങ്ങനെ വല്ല എന്തെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, AI ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം ഇതിനകത്തൊരു റോബോ സ്ക്വാഡുണ്ട്, അതൊക്കെ റിയൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊന്നും CG ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ റിയൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കുറെ പേരൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി എൻ്റെ വള്ളി അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ റിയൽ ആയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്വന്തമായിട്ട് ക്യാമറ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഹെലി ക്യാം, സിനി ലൈൻ ക്യാമറ, സിനി ലെൻസ്, ഫോക്കസ് കൂടാതെ മിനി മോട്ടർ, എല്ലാ എക്യുപ്മെന്റ്സും പർച്ചേസ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പവർ യൂണിറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി, ലൈറ്റ് യൂണിറ്റുകളെല്ലാം ഉണ്ടാക്കി. പിന്നെ ഇത് കുറെ ഹിൽ ഏരിയ, ഹൈ റേഞ്ച് ഏരിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ചെയ്തിട്ടുള്ള അപ്പോൾ വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള, പാർട്ടി തന്നെ ഫുൾ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഈ ഒരുപാട് പേര് നല്ല മീൻസ് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ സംഭവിച്ചത്. ഈ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്താൽ എനിക്ക് ഓക്കെയാണ് എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? കാര്യം എനിക്കൊരു വെറൈറ്റി തോട്ട് ചെയ്യണമെന്നൊരാഗ്രഹം. കാര്യം നേരത്തെ ഷോർട്ട് ഫിലിം അങ്ങനത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചത് എന്നെയാണെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് ആദ്യം കേട്ട് മനസ്സിലായില്ല, രണ്ടാമത് മനസ്സിലായില്ല. അങ്ങനെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറെ സമയം എടുത്തു. പിന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രാഥമിക ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 50 ലൊക്കേഷൻ ഇല്ലേ, 56 ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ് ഏകദേശം 30 ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പിന്നെ ആ സോങ്ങിനകത്ത് കാണിക്കുന്ന സ്ഥലം ഒന്നും റിയൽ അല്ല. റിയൽ വെച്ചാൽ CG ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ ഫ്രെയിമിനെ ചീറ്റ് ചെയ്ത് എടുക്കുമെന്ന് പറയും. ഫ്രണ്ട് ഷോട്ട് വേറെ, ബാക്ക് ഷോട്ട്, ശരിക്കും അങ്ങനെ സ്ഥലമില്ല. അങ്ങനെ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതിനകത്ത് DA അത് ക്യാമറ പറയണ്ട, ഒരു പുതിയ പാറ്റേൺ കാണുന്നൊരു പാറ്റേണിൽ നിന്ന് മാറ്റി ഇങ്ങനെ കളർ, ഒരു പ്രത്യേക കളർ ടോൺ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് പുതുമത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇതിനെ 7-ാം തീയതി അറിയാൻ പറ്റും. പ്രതീക്ഷയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ജയം വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ഞാൻ കണ്ട പടങ്ങൾ വെച്ചിട്ട് മലയാളത്തിൽ നല്ല ഞാൻ കണ്ട സിനിമകളൊന്നും ഇങ്ങനത്തെ ജയം വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതിന്റെ മേളിൽ നല്ലൊരു ക്ലൈമാക്സ് സിനിമയിൽ തരാൻ പറ്റും, അത് ഉറപ്പുണ്ട്.
എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്? ഞാൻ പറയാം, ഒരു പ്രൊഫഷണൽ യൂണിറ്റൊന്നും ഞാൻ വലുതായിട്ട് പോയിട്ടില്ല. ഒരു സുഹൃത്തിൻ്റെ ഒരു CAD രാമൻ ഒരു പടത്തിന് ആ യൂണിറ്റിൽ മാത്രമേ പോയി. അതായത് ഫ്രണ്ടിൻ്റെ ആൾക്കാരാണ്. ഷോർട്ട് ഫിലിം ചെയ്തത് പോലല്ല സിനിമ. കാര്യം ഒരുപാട് കാര്യം ഒരു വലിയ ക്രൂവിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഒരുപാട് കഥയുണ്ട്. കാര്യം ഷോർട്ട് ഫിലിം നമുക്ക് ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട് ഇറക്കാൻ പറ്റും. ഇതൊരു 3 വർഷം എടുത്തു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ ശരിക്കും തെറ്റ് ഈ വർക്കിൽ കഴിക്കാൻ ഇല്ല. ഓക്കെ. പിന്നെ അവാർഡ് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ കുറേ ഇതിനൊക്കെ അയച്ച് കുറേ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇതിനകത്തൊരു തെറ്റിദ്ധാരണ എന്നൊരു സാധനം മെയിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മരണത്തെക്കാളും പെയിൻഫുള്ളാണ് ചതി. അതിന്റെ പെയിൻ എന്താണ് ഈ പടം കാണുന്നതായിട്ട് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഗവൺമെന്റ് ശരിക്കും ആദ്യമായിട്ട് പറഞ്ഞ റൈറ്റർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ആണാണോ ജയിച്ചത് പെണ്ണാണോ ജയിച്ചത് എന്നുള്ളത്, ആണാണോ ചതിക്കുന്നത് പെണ്ണാണോ ചതിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റുമോ? സോയുടെ ചതിയൊരു സാധനം വരുമ്പോൾ എല്ലാവർക്കും കൂടുതൽ പെണ്ണുങ്ങളാ തേപ്പൊന്നൊരു സാധനം കൂടുതലും പറയുന്നത് അല്ലേ? ഇതിലും അതന്നെ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ പടം കണ്ടിറങ്ങുമ്പോൾ അതൊന്നും അല്ല സത്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. പെണ്ണ് ജയിച്ചാൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അല്ലേ? പെയിൻ ആണെങ്കിൽ അല്ല, പെണ്ണ് ജയിച്ചാൽ ക്യൂട്ട്നെസ് ഉണ്ട്. ആണ് ജയിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. അതല്ല ശരിക്കും അതിന്റെ സ്റ്റോറി ലൈൻ അതല്ല. ചതി അതിന്റെ ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ എന്നുള്ള ഒരു കഥ തന്നെയാണ്, കിട്ടിയ അനുഭവമാണ്. അതിനകത്ത് കിട്ടിയൊരു സ്റ്റോറി തന്നെയാണ്. കരിമ്പടം എന്നുള്ള പേരിലേക്ക് കരിമ്പടം പുതപ്പ് അറിയാലോ, പുതപ്പാണല്ലോ കരിമ്പടം, കറുത്ത കളറിലുള്ള. നമ്മളിതിനകത്ത് ജീവിതത്തിന്റെ ഒരു തിരശീല എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട്. ആ ഒരു അർത്ഥത്തിലും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ സ്പോയിലർ ആവും. എന്നാലും മരണശേഷം ഒരു വ്യക്തി കടന്നു പോകുന്ന വഴികളിൽ കൂടെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ സന്ദേശം, നമ്മളെല്ലാവർക്കും ലൈഫിൽ നമുക്ക് ഒരു ചാൻസ് ദൈവം തരും. നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഒരു ചാൻസ്, ഒരു താക്കോൽ. ഇതിലൊരു താക്കോലുണ്ട് ഈ ഫിലിം. ദൈവം നായകൻ്റെ മുമ്പിൽ ഒരു താക്കോൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ താക്കോൽ ചവിട്ടി വിളിച്ചാൽ പോകുന്നത് നായകൻ. കാര്യം അവൻ പകയിലാണ്, റിവെഞ്ചിലാണ്. അപ്പോൾ ആ റിവെഞ്ചും പകയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ആ അവസരങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നൊരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ തേപ്പിനെ പറ്റി പറയുമ്പോൾ അതൊരു ഒരു പരിധിവരെ ഇന്ന് ഉള്ള സത്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും അത് പറയാൻ കുറച്ച് മടി എല്ലാവർക്കും ഉണ്ട്. പൊതുവെ മടിയാണ് അങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു മോശം ക്യാരക്ടറിലേക്ക് പോർട്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്ത്രീകളിലാണെങ്കിലും ശരി, പുരുഷന്മാരിലാണെങ്കിലും അതെ. അതേസമയം ആണിനെ എത്ര ക്രൂരനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിട്ടെ? ഇല്ല, ഞാൻ ആ സ്റ്റോറി ലൈന് വേണ്ടത് മാത്രം അതുകൊണ്ട് ഒരുപാട് വുമൻസ് കാർഡ് ഫിലിമിന് വേണ്ടിയിട്ടുണ്ട്. സ്ത്രീകളെ ഈ പറഞ്ഞ കണക്ക് റിവെഞ്ച് വരാൻ നേരത്ത് ഒരുപാട് സ്ത്രീകളെ ഈ പറഞ്ഞ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള രംഗങ്ങൾ വരുന്ന കുറേ കാർഡ് ഫിലിമിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഫിലിമിന്റെ ക്ലൈമാക്സ് അതെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആയിരിക്കും. വീണ്ടും മലയാളത്തിലെ ഒരു പുതിയ തേപ്പുകാരി വരികയാണെന്നൊരു സൂചന എങ്ങനെയാണ് വരുന്നത്? അല്ല, നായിക തന്നെ തേക്കണമെന്നില്ലല്ലോ. നായിക തന്നെ തേച്ചെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് ഈ മൂവിയെ പറ്റി ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫസ്റ്റ് ടൈം എൻ്റെ പേര് തീർത്ഥ ഹരിദേവ്, ഹീറോയിനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന മൂവിയുടെ എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് മൂവിയാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സെലക്ട് ആയെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷത്തിലുപരി ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യും, ഓരോ സീൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു സെറ്റിൽ ചെന്നതിന് ശേഷം എനിക്ക് ആ ഒരു ടെൻഷൻ ഒന്നും അലട്ടിയിട്ടേ ഇല്ല. കാരണം സ്ക്രിപ്റ്റ് വന്നപ്പോൾ മനസ്സിലായില്ല, സോ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നെ ഞാൻ എൻ്റെ ഭാഗമൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്, പക്ഷേ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇതാക്കി. കാരണം അത്രയ്ക്കും പാവം പിടിച്ചൊരു പുള്ളിക്കാരത്തിയാണ്, എന്നെക്കാളും പാവം, അത്രയ്ക്കും പാവം. അപ്പം അങ്ങനെ അപ്പം ആ ഒരു കംഫർട്ട് സോണിൽ ഇപ്പം എല്ലാ ക്രൂവും, ഇപ്പം ഡയറക്ടർ തുടങ്ങി എല്ലാവരും, ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ അത്രയും ആ ഒരു
കംഫർട്ടാക്കിയായിരുന്നു ഓരോ ഷോട്ടും ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഫസ്റ്റ് മൂവി അത് ഇറങ്ങുന്നതിൻ്റെതായുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടായിരുന്നോ? സ്ക്രിപ്റ്റ് ഫുള്ള് കേട്ടില്ല, എന്നാലും ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഈ തരത്തിലൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഫെമിനിസം എന്തെങ്കിലും പുറത്തിയാടിയോ അവരോട്? അങ്ങനെയില്ല. ജസ്റ്റിഫൈ ചെയ്യുന്നു. അതെ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ശ്രമിക്കുന്നത് ഇതായതുകൊണ്ട് എനിക്കങ്ങനെ ആ ഒരു നന്നായിട്ടില്ല. പറയണോ ചോദിക്കാന്ന് അപ്പൊ മൂവിനെ പറ്റി എന്താണ് പ്രതീക്ഷ? മൂവിനെ പറ്റി റിവ്യൂ കണ്ട ഒരാളെന്നുള്ള ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ നല്ല പ്രതീക്ഷയുണ്ട്. എപ്പോഴും പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സിനിമ കണ്ടിട്ട് ഒരു ബാഡ് ഇത് ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രയും ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ല. റിവ്യൂ കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു റിവ്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നുള്ളത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജെൻസിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. എല്ലാവരുടെ മനസ്സിൽ ഇരിക്കുന്ന ഒരു ഇതായിരിക്കും. അങ്ങനെ എല്ലാവരും നെഞ്ചിൻ്റെ ഒരു വിങ്ങലുണ്ടാവും ഇറങ്ങുമ്പോൾ, ഉറപ്പാ. താങ്കളെ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് സജ്ന എന്നല്ലേ പേര്? സജീന. കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടായിരുന്നു. ഒരു സഫിയ ബീബിയുമായിട്ടുള്ള ഒരു ഇഷ്യൂസിൽ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. താങ്കൾ രേണുസുധീനെ വിറ്റാണ് ജീവിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിരുന്നു. ഇതിന് എത്രത്തോളം സത്യമുണ്ട് അതിനകത്ത്? ഇത് കരിമ്പടം സിനിമയുടെ അല്ല, ഇത് എവിടെ ചെന്നാലും രേണുസുതി എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ചോദിച്ചെന്താണ് രേണുസുതിയെ വിറ്റ് ഞാൻ തിന്നുന്നതാണ്. ഓക്കെ, ആ രേണുസുതിക്ക് ആകെ 34 കിലോ ഉണ്ട് വെയിറ്റ്. 2 വർഷത്തോളമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇവിടെ എങ്ങനെ വിൽക്കുക. ഒരു 10 ഗ്രാം വീതം കൊടുക്കേണ്ട ഒരാൾക്ക് അങ്ങനെ കൊടുത്തെങ്കിൽ തന്നെ ഇപ്പൊ തീരണ്ടേ. അപ്പൊ ഈ അസുഖം കൂടെ വന്നതുകൊണ്ട് അധികം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം താങ്കൾ എത്ര കിലോ മേടിച്ചിട്ടുണ്ട്? ഇത് താങ്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ആൻസർ അല്ല. ഈ വിറ്റ് തിന്നുന്നു എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആ വിറ്റ് തിന്നുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെയ്ക്കും മനസ്സിലായില്ല. ഞാൻ ഒരു 1.5 വർഷം 2 വർഷത്തോളമായി രേണുസുതിയെ കണ്ടുമുട്ടിയിട്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ വരുന്ന അലിഗേഷൻസ്, അതായത് ആ പറയുന്നത് സത്യമല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായ? അത് വിറ്റ് നിന്നെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു വിഷയമില്ല. ഞങ്ങൾ പറയുന്നതല്ല, സോഷ്യൽ മീഡിയ. അതെ, സോഷ്യൽ മീഡിയ കാലത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഷെഫീന ബീബിയാണോ? എന്തിനാണ് നമ്മൾ വെറുതെ അവർക്കും കൂടെ ഹൈപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നല്ല ഹൈപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഏറിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത്. ഞാൻ 2-3 വീഡിയോ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ശരിക്കും അവരെ വീട്ടിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ അതിൻ്റെ അങ്ങേയറ്റം മാക്സിമം കൊണ്ടുപോയി കീറി മുറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ, മഞ്ജു പിള്ളയുടെ മോളുടെ ഒരു കാര്യത്തെക്കുറിച്ച് വന്നിരിക്കുന്ന ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് എന്നെ ഏറി താട്ടാന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം എത്രത്തോളം പോകുന്നു പൊക്കോട്ടെ, എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞല്ലോ മഞ്ജു ചേച്ചിയുടെ മകളുടെ ഒരു കാര്യമല്ല, അതിൽ ശരിക്കും അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ്? ഞാനൊരു കാര്യം പറയട്ടെ, ആ കുട്ടി ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് റോഡിൽ കൂടാണോ നടന്നു പോയത്? അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്താണോ വന്ന് നിന്നത്? അവിടെ പാഷനാണ്. ആ ഫാഷൻ ഷോയിൽ ആ ഒരു സ്റ്റുഡിയോയിൽ ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്. മാത്രമല്ല അതൊരു 3 വർഷത്തിന് മുന്നേ ഉള്ളതുമാണ്. മനസ്സിലായ? അപ്പം നമ്മൾ ഓരോ പ്രൊഫഷൻ ഏറ്റെടുക്കുന്നു. ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം എനിക്ക് തരുന്ന ക്യാരക്ടറിന് എനിക്ക് പറ്റിയ കോസ്റ്റ്യൂം തരുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും വീട്ടിൽ പോയിരിക്കാൻ പറയും. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ധരിക്കുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അപ്പം ഈ കുട്ടി പുറത്താണ്, അതായത് ഈ കോസ്റ്റ്യൂം ധരിച്ച് നമ്മുടെ സമൂഹത്തിലാണ് ഇറങ്ങി വന്നതെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ പാഷനില്ലായിരുന്നത്. അത് ഇത്രത്തോളം അത് പറയേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ കറക്റ്റായിട്ട് പറയും. ഈ ഒരു സിനിമയിലൂടെ താങ്കൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിചാരമായിട്ട് ഇത് 3 വർഷം ഈ സിനിമ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ വന്നിട്ട് ഒരു 1.5 വർഷമായി. ഇതിൽ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷമാണ്.
അപ്പം ഞാൻ ഏഷ്യാനെറ്റിൽ കാതോട് കാതോട് എന്ന് പറഞ്ഞൊരു സിനിമ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനകത്ത് പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ച് പറഞ്ഞത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊണ്ടുവരാനാണ്. ഞാൻ കൊണ്ടുപോയതെല്ലാം നല്ല കോസ്റ്റ്ലി സാരിയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേ അറിയുന്നത് ആ ക്യാരക്ടറല്ല, ഒരു നിർദ്ദയ കുടുംബത്തിലെ ഒരു യുവതിയാണ് വേഷമുണ്ട്. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കാൻ ഷിബിന എന്ന് പറയുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഷിബിന ഈ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ച് അഭിനയിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവളുടെ സാരിയും ബ്ലൗസും എനിക്കത് യൂസ് ചെയ്യാൻ തന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് അന്നേരം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് പള്ളിക്കര വെച്ചാണ് ബാക്കി സിനിമയുടെ ഷൂട്ട്, അപ്പം നിനക്ക് പറ്റുമെങ്കിൽ അവിടെ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാരിയുമായിട്ട് ഞാൻ ഇവിടെ പോയപ്പോൾ കാറിനകത്ത് ഇതെല്ലാം ഇരിപ്പുണ്ട്. അനസുഖമുണ്ട്, അമലാഖുണ്ട്, അനീഷുണ്ടായിരുന്നു, അനീഷുണ്ട്, ഒത്തിരി പേരുണ്ടായിരുന്നു കാറിനകത്ത്. അപ്പം ഈ കോസ്റ്റ്യൂം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പം ഞാൻ വെറുതെ ഞാൻ ചോദിച്ചു, കാരണം ഞങ്ങളൊക്കെ അഭിനയിക്കുന്നതൊക്കെയാണ്, ഞങ്ങൾ കൂടെ ഒരു ചാൻസ് തരണേ. ആ ഒരൊറ്റ വാക്കിലാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ മോനും ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ഒരു ട്വിസ്റ്റ് തന്നെയാണ്, ഇവിടെ എത്തപ്പെടാൻ പറ്റിയ ഒരു ട്വിസ്റ്റാണ് ആ ഷിബിന എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. എൻ്റെ പേര് അനീഷ് മലകണ്ണാണ്. അപ്പം ഞാൻ ഈ കരിമ്പടം എന്ന് പറയുന്ന മൂവിയിൽ അക്ബർ എന്ന് പറയുന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഫിലിം 2.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറോളം ഈ ഫിലിമിൻ്റെ കഥ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ് അക്ബർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മെയിൻ ഹീറോയ്ക്ക് ആൾ പാറ്റം കൈമാറുന്നത്, ലീഡ് കൈമാറി, അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് പോകുന്നത്. അപ്പം അനസൈനെ കുറിച്ച് നമ്മുടെ റൈറ്ററും മെയിൻ ഹീറോയൊക്കെ അനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മൾ നേരത്തെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അത് RDX എന്ന പേരുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നത്. അപ്പം അത് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിൻ്റെ ഡയറക്ടർ അമലാഖ് ജലീൽ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെറിയൊരു തോട്ടിൽ നിന്നും ഈ ഒരു വലിയൊരു കഥയിലേക്ക് വരികയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ സിനിമ ഈ ഒരു രീതിയിൽ എത്തിപ്പെട്ടത്. സിനിമയുടെ പ്രതീക്ഷ പ്രേക്ഷകർ കാണുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഡയറക്ടറും റൈറ്ററും ഒക്കെ പറഞ്ഞത് ഒരു പുതിയ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ജനറൽ സിനിമ വന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ കുട്ടിയൊക്കെ പറഞ്ഞ കണക്ക് ഇത് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഫീൽ, നമ്മൾ ഈ ആകാശം സിനിമയെ കാണുമ്പോൾ ഒരു ഫീലല്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ആ രീതിയിൽ തന്നെ കണക്റ്റ് ആവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേമാതിരി ഇത് 1 ടൈം വാച്ചബിൾ അല്ല. അപ്പം ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ആയിരിക്കത്തില്ല രണ്ടാമത് കാണുമ്പോൾ. അപ്പോഴേ നമുക്ക് റിയലായിട്ട് എന്താണ് റൈറ്ററും ഡയറക്ടറൊക്കെ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ശാരിക നായർ. ഈ സിനിമയുടെ തീമ എന്ന് പറഞ്ഞൊരു ശക്തമായൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ ആദ്യം ഈ കഥ പറഞ്ഞ സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. രണ്ടാമത് ഞാൻ വീണ്ടും ചോദിച്ചു, അനുസരിച്ച് കഥ ഒന്നുകൂടെ പറഞ്ഞു. അനുസരിച്ച് കഥ പറഞ്ഞു. ഇതെന്താ ചരിത്ര നാടകമോ ചോദിച്ചു. നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എനിക്ക് വയ്യ തീയമൊന്നും തമിഴ് ക്യാരക്ടർ എന്തൊക്കെയാണ് കോസ്റ്റ്യൂമാണ്, എനിക്കൊന്നും വയ്യ ഷർട്ട് ഇട്ട് പിന്നെ എന്താ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിട്ടൊക്കെ നടക്കാനെന്ന്. നിനക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ് നീ വരാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ സെറ്റിൽ ചെന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ചെന്ന് ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് അനീഷ് എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് തീയമ്മ, ശക്തമായ കഥാപാത്രം. അപ്പോഴ് ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഞാനിങ്ങനെ കഥ കേട്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് എന്താണെന്ന് സത്യമായിട്ടും വ്യക്തമായത്. പിന്നീട് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറി. വീട്ടിൽ ചെന്നിട്ട് പോലും എനിക്ക് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോയിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കഥാപാത്രമാണ്. മുമ്പ് ഞാൻ അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്ത ആളാണ്. ആ സിനിമയിൽ ഫുള്ളുണ്ടെങ്കിലും എനിക്ക് അതിനേം കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ഇത് 3 വർഷത്തോളം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിനകത്ത് എല്ലാവരുടെ എഫേർട്ട് അത്രത്തോളം ഉണ്ടായിരുന്നു. ഡെയിലി കഴിഞ്ഞ് ഷൂട്ട് വെച്ചത് മൊത്തം നൈറ്റായിരുന്നു അല്ലേ. നൈറ്റാണ് കൂടുതലും ഷൂട്ടിനകത്ത് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് ഡാർക്ക്നെസ്സും എന്താ പറയുക വയലൻസൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വന്നു. അപ്പം വയലൻസ് ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ലവ് ഉണ്ട്,
അതിലൂടെ ചതി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ചതിച്ചതല്ല, അത് നമുക്ക് തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരും വെറുതെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാളെ ചതിക്കുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു ലേഡി ആയാലും ഒരു പുരുഷനായാലും ചിലപ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കാം. അതൊക്കെ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു മൂവിയാണ് ഇത്. ഇതുവരെ ഇങ്ങനെ ഒരു ജേണറിൽ ഈ സിനിമ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ജേണറിൽ കൂടെ ഒരു സിനിമ പോകുന്നത്. നല്ലൊരു പ്രതീക്ഷയാണ്. 7-ാം തീയതി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലിരിക്കുകയാണ് ഈ മൂവിയുടെ എല്ലാം. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയം ഉണ്ടാവുമല്ലോ, അങ്ങനെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റാണ്. എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചവരാണ്. അല്ലല്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇത് എടുത്തു പറയാനും വേണ്ടിയിട്ടില്ല. എല്ലാവരും ബെറ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം അവിടെ വന്നിട്ടില്ല. സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ആർക്കും പിന്നെ ഡയറക്ടറെന്നോ സ്ക്രിപ്റ്റ് റൈറ്ററെന്നോ നായകനോ നായികയോ അങ്ങനെ ഒരു കഥാപാത്രത്തിനും വേർതിരിച്ച് ആർക്കും ഒരു ഇതില്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നവരാണ്. എന്താ അതെ, പാമ്പ് കടിയോ അല്ല പുലികടിയോ ആന കുത്തോ അങ്ങനെ വല്ലതുള്ള പേടിയേ ഉള്ളായിരുന്നു. വേറെ ഒന്നുമില്ല. കാര്യം വല്ല മലയുടെയും കുന്നിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഷൂട്ട്. കാട്ടിൻ്റെ ഇടയിൽ വെക്കുക. നൈറ്റൊക്കെ പ്രേതവാദങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് നടന്നത്. അങ്ങനെ ചേറ്റുപാറ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലൊക്കെ ആയിരുന്നു. ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അവിടെ ശവകല്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പേടിച്ചിട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. സാർ അവിടെ വന്നിട്ടില്ല. സാറിന് അവിടെ വന്നിട്ടില്ല. പേടി അങ്ങോട്ട് വേണ്ട. അതെ അതെ. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ആയൂരാണ് സ്ഥലം. ഞാനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെന്നുള്ള നിർദ്ദേശമാണ് എൻ്റെ ആർക്കെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് അങ്ങനെ ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ആദ്യം വായിക്കാൻ തന്നായിരുന്നു. അതിനെ ചേർന്ന് എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ളൊരു കളർ തീം കണ്ടുപിടിച്ചിട്ട് ചെയ്യും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയം കുറച്ച് കൂടുതലാണ്. ഒരു വർഷം 6 മാസം ഞങ്ങളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ മേക്കോവറും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് കൂടി 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഒക്കെ ആയി. അപ്പം ആ ഒരു കളർ ആദ്യം മുതലുള്ള കളർ ടോൺ പിടിക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ക്യാമറ ഒരു പ്രശ്നമായിരുന്നു. കാര്യം റെന്റിനെടുത്ത് കഴിഞ്ഞാൽ പല ക്യാമറ ആയിരിക്കും കിട്ടുന്നത്, പല ലെൻസുകളായിരിക്കും കിട്ടുന്നത്. അപ്പം കളർ ടോണുകൾ മാറും, സെറ്റിങ്സുകൾ മാറും. അപ്പം ഞങ്ങൾ ഒരു ക്യാമറ മേടിക്കാമെന്ന് വെച്ചു. ഒരു ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യാൻ തോന്നുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വില്ലേജിലുള്ള ഒരു കഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീനിഷാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഒരു ഡാർക്കിലോട്ട് പോകുന്നു. പിന്നെ അതൊരു വൈറ്റിൽ നിന്നും ഡാർക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളർ ടോൺ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ വേണം. അപ്പോൾ അങ്ങനെയുള്ള കളർ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എസ് എന്ന് പറയുന്ന ഒരു ക്യാമറ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിന് പറ്റിയൊരു ലെൻസ് വേണം. അപ്പോൾ പിന്നെ മറ്റുള്ള ലെൻസുകളൊക്കെ നോക്കിയിട്ട് ഒരു സോഫ്റ്റ് ലെൻസ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ പോയി കളർ ടോൺ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനും വേണം, ഗ്രേയും വേണം, ഡാർക്കും വേണം, ഒരു ഗോൾഡൻ കളർ വേണം. അപ്പോൾ ഇത് ഇത്രയും കളറും കൂടെ ഒരു എങ്ങനെയാണ് ഒന്ന് കൂട്ടിക്കലർത്തിയുള്ള ഒരു കളർ ടോൺ കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയുള്ളതാണെന്നുള്ളത്. താങ്കളുടെ കരിയറിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതെ അതെ. സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. എൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണ്. എൻ്റെ പേര് വിവേകാനന്ദൻ.
ഇദ്ദേഹം കഴിഞ്ഞുള്ള വില്ലനാണ്. ഞാനും അമലാദും തമ്മിൽ ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ നായകനും അമലാദ് വില്ലനുമായിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം 10-15ഓളം ഷോർട്ട് ഫിലിമുകൾ, അനസുമായിട്ടുള്ള ബന്ധം, ആ സൗഹൃദത്തിൽ ആദ്യത്തെ സിനിമയിൽ വില്ലനായി ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. രാമനുണ്ണി എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. വളരെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ കഥ, നല്ലൊരു മെസ്സേജ് ഇതിലുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലേ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് സസ്പെൻസ് ഉണ്ട്, പ്രണയമുണ്ട്, അതോടൊപ്പം നല്ലൊരു സന്ദേശമുണ്ട്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാവരും സ്വീകരിക്കുമെന്ന് തന്നെയാണ്, ഈ പടം നല്ല വിജയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാവരും ഏകദേശം പുതുമുഖങ്ങളായതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കഥ തുടങ്ങി ഒരു പാറ്റേണിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് പോയി അവിടെ നിന്ന് അവസാനം ചെല്ലുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു സസ്പെൻസ്, നല്ലൊരു സസ്പെൻസ് ഉണ്ട്. അതുപോലെ സന്ദേശവും. ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. കാരണം മനസ്സിനോട് ഓരോ വെട്ടവും വണ്ടി, ഞാൻ ഇതിൻ്റെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ പോകുന്നുണ്ട്. അപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പുള്ളി സാറെന്ന് സംബോധന ചെയ്യുന്നതാണ്. അപ്പം അദ്ദേഹം എന്നെ ആദ്യം കൊണ്ടുപോകുമ്പോൾ ഇതെങ്ങനെയുണ്ട് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കഥ. അപ്പോൾ ഞാൻ ഇനി അദ്ദേഹത്തിനൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കുഴപ്പമില്ല, കൊള്ളാം. ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞു വിട്ടാൽ പിന്നെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഈ പറയുന്ന മൊത്തം അപ്പോഴേ കൊള്ളാം സൂപ്പറാ മനസ്സിലായതുകൊണ്ട് പിന്നെ ഭയങ്കര മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മനസ്സിലായത് അതിന്റെ പ്രിവ്യൂ കണ്ടപ്പോഴുള്ള കാര്യം എന്ന് പറയാല്ലേ, അപ്പോഴേ ഇത് മനസ്സിലാവും. അത് ഒന്നും കൂടെ കണ്ടാലോ എന്ന് വെച്ചാൽ ഇവരെന്നെ വീണ്ടും കാണിക്കത്തില്ല. കാരണം മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ ഇനിയും എനിക്ക് മനസ്സിലായതുണ്ട്. സത്യം പറഞ്ഞാൽ അത്ര നല്ലൊരു സസ്പെൻസ് ആണ്. ഈ പറഞ്ഞ കഥ വ്യത്യസ്തം തന്നെയാണ്. എല്ലാ ആൾക്കാരും ഈ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വളർന്നു വരുന്ന കുറെ കലാകാരന്മാരെ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് കൈമാറാം. ഒരു ശക്തമായ കഥാപാത്രമാണ് താങ്കൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അതെങ്ങനെ, എത്രത്തോളം ആ ഒരു കഥാപാത്രം താങ്കളെ ഏൽപ്പിച്ചപ്പോൾ അത് എത്രത്തോളം ഭംഗിയായി താങ്കൾ അത് ചെയ്തു? ആ ശക്തമായ കഥാപാത്രം എന്ന് പറഞ്ഞത് കൃത്യമായ ഒരു വാക്ക് തന്നെയാണ്. കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അത് അനസ് ഞാൻ 2019 ചെയ്ത കരിപ്പിൽ പ്രധാന വേഷം ചെയ്ത അനസാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ മ്യൂസിക്കും ചെയ്തത് അത് തന്നെയാണ് അനസ്. അപ്പം അനസ് ഞാൻ ഓൾറെഡി പാട്ട് എഴുതും, തിരക്കഥാകൃത്താണ് ഞാൻ. എങ്കിലും മറ്റുള്ള നല്ല എഴുത്തുകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ എഴുത്തുകളെക്കാളും മറ്റുള്ള എഴുത്തുകൾ. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത റാസയിൽ പോലും അനസിൻ്റെ പാട്ട്, അതൊക്കെ ഞാൻ എഴുതുന്നതിനേക്കാളും എനിക്കിഷ്ടം നല്ല എഴുത്താണ് അനസിൻ്റെ. അപ്പോൾ അനസ് ഈ ഒരു പടം പ്ലാൻ ചെയ്തു. അപ്പം പ്ലാൻ ചെയ്യുന്നത് ഇവർ പറഞ്ഞു ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായി. ഇതിൻ്റെ ഷൂട്ട് ഓൾറെഡി 1.5 വർഷം സംതിങ് ഷൂട്ടിൻ്റെ ലെങ്ത്, ബാക്കി അതിൻ്റെ കാര്യങ്ങളായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ റാസ ചെയ്യുന്നത്. അത് റിലീസായി 1 വർഷം കഴിയുകയും ചെയ്തു. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ഈ പടം 18 തീർത്തത്. അപ്പോൾ ഈ കഥ എന്നോട് പറയുന്ന സമയത്ത് എനിക്ക് വിശ്വാസമുണ്ട് അനസിൻ്റെ എഴുത്തിൽ. അപ്പോൾ അനസ് എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കേൾക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് കേട്ട് എൻ്റെ ക്യാരക്ടറാണ് എല്ലാം പറഞ്ഞിട്ട് ഗംഭീര സാധനം. അപ്പോൾ കഥയും കാരണം ഞാൻ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥയും കാര്യങ്ങളിലും ലോകത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ചില കഥ കേൾക്കുമ്പോൾ. അപ്പോൾ ഈ കഥാപാത്രം കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് വല്ലാണ്ട് ഫീൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സ് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇപ്പോൾ തന്നെ ഫീൽ ചെയ്ത് വളരെ റിസ്ക് പിടിച്ച ഒരു എലമെന്റ് ആണല്ലോ. റിസ്ക് ആണ് ഈ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്കുണ്ട്. ഇതിന് ഈ ക്യാരക്ടർ ആർക്കുണ്ട്.
അപ്പോൾ ആ ക്യാരക്ടർ ആർക്ക് ഉള്ളത് തന്നെ ഏതൊരു ആർട്ടിസ്റ്റിന് വളരെ അറിയാതെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. പ്ലെയിനായിട്ട് ചെയ്തു പോകാൻ ആർക്കും പറ്റും, പക്ഷെ അവിടെ ഒരു ചലഞ്ച് ഉണ്ടാകുക, അതിനെ നമ്മൾ ഉള്ളിലേക്ക് ഏറ്റിയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ചിലപ്പം പറയും ജീവിക്കുകയാണെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം. ചിലർ പറയും ഞാൻ അതായത് ജീവിച്ചു. തെറ്റാണ്. ജീവിതം വേറെ, അഭിനയം വേറെ. അഭിനയിച്ചാൽ മതി ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. അപ്പോൾ അത് അനസിന്റെ എഴുത്തിലുള്ള ആ ഒരു വട്ടം എന്ന് പറയാം, ഒരു വട്ട്, എഴുത്തിലൊരു ഭ്രാന്തൻ ചിന്തകൾ, ഇതൊക്കെ ചെയ്തെനിക്കാണ് എഴുത്തില് അതെന്റെ കഴിവ് എന്താണെങ്കിലും അതില് വേഷം ചെയ്തിരിക്കുന്ന അറിയാം. പിന്നെ വട്ടനാണോ തോന്നിക്കുന്നു. അപ്പൊ ആ എഴുത്തില് വട്ട് വരുമ്പോഴുള്ളൂ വട്ടല്ലേ വിളിക്കണം. അപ്പോ ഓൾറെഡി അത് എഴുത്തിനും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ എഴുത്തുകൾ വരുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ വ്യത്യസ്തമായ ഒരു ജേണലോ അത് അവിടെ നിൽക്കട്ടെ, എഴുത്തവിടെ. അത് കഴിഞ്ഞിട്ട് അത് സംവിധാനം ചെയ്യുന്നത് അംലാദ്. അപ്പൊ അംലാദ് ഓൾറെഡി അനസിന്റെ ബ്രദറാണ്, അനസിന്റെ ചേട്ടനാണ് അംലാദ്. അപ്പൊ ഈ അംലാദിന്റെ ഷോർട്ട് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് RTX ഞാൻ അമ്പൂരിനോട് ഞാൻ പറഞ്ഞു, അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു സംവിധായകനാണ്, നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾ ഇവിടെ അല്ല നിൽക്കേണ്ടത്, നിങ്ങളൊരു സിനിമ ചെയ്യും. അവനോട് ഞാൻ പറയാം, ഒരു സിനിമ ചെയ്യും, നിങ്ങളുടേതല്ല, ഒന്ന് വലിയ സംഭവമില്ലേ, അതിലേക്ക് ഇങ്ങനെ ചെയ്യും, ധൈര്യം മതി, ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയാൽ അവനൊരു ഒരു സിനിമ വളരെ മനോഹരമാണ്. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളൊക്കെ വളരെ രസമാണ്, ഭയങ്കര ഒരു സുഖമുള്ള ഫ്രെയിമുകളാണ്. അങ്ങനെ ആ രീതിയിൽ അംലുവിന്റെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതും കൂടെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല സിനിമയായി മാറും എന്നെനിക്ക് മനസ്സിലാകുകയും ഈ കഥാപാത്രം ചെയ്യാനായിട്ടുള്ള ഒരുക്കം ഞാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വേഷം ചെയ്യുന്നത്. ഒരു സംവിധായകനും കൂടിയാണല്ലോ, അപ്പൊ അഭിനേതാവ് എന്നുള്ള രീതിയിലാണ് സംവിധായകൻ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അത് ഞാന് നമ്മൾ പറയില്ലേ അല്ല, അതിനുവേണ്ടി ചെയ്യുന്ന ജോലി അഭിനയമാണ്. കാരണം ഞാൻ നടനാണ്, 17 വയസ്സിൽ തുടങ്ങിയതാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് നമ്മൾ ജോലി ചെയ്ത് കൂലി കിട്ടുന്നത് അഭിനയിച്ചിട്ടാണ്. 2016 വരെയും സംഘകളിൽ കളിച്ച് ഇറങ്ങുന്നത് വരെയും നാടക അഭിനയമായിരുന്നു. 16 മുതൽ സിനിമയിലേക്ക് മാത്രം വന്നപ്പോഴാണ് നാടകത്തിന് അഭിനയിക്കാൻ പറ്റാതായത്. അപ്പോൾ ഞാൻ ചെയ്ത ജോലിയല്ലേ അത് നമുക്കറിയാലോ, ആ ജോലി നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. സംവിധാനം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലവുമാണ്, എഴുത്തെന്ന് പറയുന്നത് മറ്റൊരു ഇത് രണ്ടും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എഴുത്തും സംവിധാനവും വളരെയേറെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആസ്വദിക്കുന്നത് ഒരു കഥാപാത്രം ചെയ്യുന്നതാണ്. മറ്റേ നമ്മൾ എഴുതി വെക്കുമ്പോൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയിലേക്ക് നിശബ്ദത്തിലേക്ക് നമ്മൾ ഇരിക്കാം, പലർക്കും പല രീതിയിലായിരിക്കാം. ഞാനിരിക്കുന്നത് മിക്കവാറും രാത്രികളിലാണ് എഴുതാനിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ കഥാപാത്രമായിട്ട് മാറിയിട്ട് ചിലപ്പോൾ കരയും പൊട്ടിച്ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. പക്ഷെ അത് നമ്മൾ ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അപ്പൊ അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഉൾപ്പെടുത്ത് നമ്മൾ അണിയുമ്പോൾ അത് ഊരി വെക്കുന്നത് വരെയും, അത് ഊരി വെച്ചാൽ ഊരിക്കണം, പിന്നെ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല, മനസ്സിലായില്ല. അത് ഊരി വെച്ചാൽ തീർന്നു, ഊരി വെച്ചോണം. അതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് ആയാൽ അത് അങ്ങനെ ആയിരിക്കണം. അപ്പൊ അത് ഊരി വെക്കുന്നത് വരെയുമുള്ള ഒരു പെയിൻ അത് ആസ്വദിക്കാൻ കഴിയണം. ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ കഴിയണം. അത് അങ്ങനെ നോക്കുമ്പോൾ അഭിനയം തന്നെയാണ് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഇഷ്ടം. ഇതിലങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പാട്ടുകളൊന്നും നമ്മൾ ഇത് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും പാട്ടുകൾ വന്നിട്ടുണ്ടോ ഇതിനകത്ത്? മനോഹരമായ പാട്ട്. ഒന്ന് വൈക്കം വിജയലക്ഷ്മി, നമ്മുടെ നജീമ ഷാത്ത്, അങ്ങനെ എത്ര പാട്ടാണ്? 6 പാട്ടുണ്ട്. 6 പാട്ട്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിലൂടെ തന്നെയാണ് പാട്ട് ഇറക്കി ചെയ്യുന്നത്. കാരണം പാട്ട് വേറെ വീട്ടിലൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം അവരുകൊണ്ട് കാശുണ്ടാക്കും,
പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിലൂടെ ഗംഭീരമായിട്ട് ഇറക്കി. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറി ആ പാട്ട് കാണാം. വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ താങ്കളോട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി ഒരു സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേളിമണിയെ കുറിച്ചിട്ടാണ്. പേളിമണി ഒരു 5K ആൾക്കാർ അത് അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാമോ? അല്ല, പേളിമണി എന്താണ് പറഞ്ഞത്? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ലേ? പേളിമണി പറഞ്ഞത് ജീവനിൽ കൊതിയുള്ളവർ സമരത്തിന് മുതിരാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. ജീവനേക്കാൾ വലുതല്ല ഒരു സമരവും. ഇത് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്ത് നമ്മൾ വേറെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കേ. അവരാ പറഞ്ഞ വാക്ക് ആ ഒരു പിന്നെ അല്ല, അവര് പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരെ അതെ, അത് വാണിംഗ് ആക്കി കണ്ടൂടെ? ഈ വലിയ ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അവര് വാണിംഗ് ആയിട്ട് കൊടുത്തിയാണ് അങ്ങനെ എടുക്കാറില്ല. എന്ത് അവരുടെ പാർട്ടിക്കാർക്ക് അവരുടെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ അതിന് പോകരുത്. നിങ്ങളുടെ ജീവിതമല്ലേ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. അങ്ങനെ എടുക്കാത്തത് അതെ. അതപ്പോ അല്ല, അങ്ങനെ ഇപ്പൊ ഇതിന് എത്ര ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ വ്യക്തിനെ മാത്രം പറയുന്ന കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ മക്കളോടാ പറയുന്നെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും, പേളിമണി പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ മക്കളോടാണ് നമ്മൾ പറയുന്നെങ്കിൽ ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ പോവാം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഒഴിവായി മാറി നിന്ന് പേടിച്ച് മാറി നിന്ന എവിടെയൊന്നും ഒന്നും എത്തില്ല. രണ്ടു ഭാഗമുണ്ട്. അല്ല, നമ്മളെ ആ ഒരു സൈഡ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞതാണ് 2 സൈഡ് ഉണ്ടെന്ന്. ആ ഒരു വാക്കിൽ 2 സൈഡ് നമുക്ക് ചിന്തിക്കാം. ഞാനൊരു ഈ പറഞ്ഞ എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ABC അറിയാതെ ഒരു സത്യം. ആ ഒരു വാക്കിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഒരിക്കലും ഞാൻ സൈഡ് എന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഇപ്പൊ സമരത്തിന് പോകും. ഞാൻ പറഞ്ഞു പോലെ നീ അങ്ങോട്ട് പോയില്ല, അവിടെ പോയി വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ ചെന്ന് പെടവിടുന്നത്. ആ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സൈഡ് പറഞ്ഞെന്നല്ല പറയുന്നത്. അത് ഇപ്പൊ ഞാൻ ഒരു കാര്യം കേട്ടോ, അത് സത്യം തന്നെയാണ്. ഇപ്പൊ ഇത്ര കൊച്ചുങ്ങൾ, എത്ര കുടുംബത്തിൽ എത്ര അമ്മയ്ക്കും അച്ഛനും കുഞ്ഞുങ്ങൾ നഷ്ടമായി. അതാണ് നമ്മൾ ആ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ പകരും. അങ്ങനെ പേടിയെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല ഞാൻ പറഞ്ഞ മനസ്സിലായത്. സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അർത്ഥം അതിനകത്ത് എടുത്തൂടെ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ കിട്ടാനുള്ള കിട്ടിയത് സമാധാനമായല്ലേ? എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. ഇപ്പൊ പേടിമണി ഇന്ന് വരെ ആ ഒരു വിഷയം വന്നിട്ട് ഞാനൊരു ബ്ലോഗറാണ്. ശരിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഈ ഒരു കണ്ടന്റ് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ എന്റെ ആ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ആരുടെ സപ്പോർട്ടല്ല. ആരാ അവര് ആ വീഡിയോ കാണാറൊന്നുമില്ല. അരെ ആ ഒരു വാക്ക് ഈ ഒരു പരീക്ഷ ആ ഒരു വാർഡ് ആ വേട് അവരെഴുതി ചേർപ്പിച്ച ആ ഒരു വാക്ക് ജീവനല്ലേ വലുത് എന്നാ ആ ഒരു അതിന് നമുക്ക് നമ്മളങ്ങനെ ചിന്തിച്ച് പറഞ്ഞ 2 വശങ്ങൾ അതിനുണ്ട് എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ പേടിമണി സപ്പോർട്ട് ചെയ്തല്ല ഞാൻ പറയുന്നത്. ജീവനിൽ കൊതിയില്ലാത്തവരും തിരിച്ചെടുക്കും. പിന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ യുദ്ധത്തിന് പിന്നെ എല്ലാരും പോകുന്നുണ്ടോ? എല്ലാരും പോകുന്നില്ലല്ലേ? അത് കുറച്ച് ആൾക്കാരല്ലേ പോകുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവനിൽ കൊതി ഉണ്ടായിട്ടല്ലേ? അതാ അങ്ങനെയുള്ളവർ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ആ
മഞ്ഞല്ല ഒരാളുടെ പേര് അത് വെട്ടിക്കിടക്കാണ് നിങ്ങൾക്ക് അറിയും സാർ പിന്നെ ഏസായിട്ട് സംസാരിക്കുകയല്ല പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പൊ ആ പോയ കൊച്ചുങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ നിന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കൊല്ലല്ലേ അതായത് ഇപ്പൊ നീറ്റ് എഴുതിയ ഒരു വ്യക്തി ഒരു നീറ്റ് ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഒരു കുട്ടിയുടെ സ്വപ്നവും പ്രതീക്ഷയും കുട്ടിയുടെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ മൊത്തം അതായത് ഇപ്പം ഓരോ വീട്ടിൽ ഓരോ സാഹചര്യം ആയിരിക്കും ഇപ്പൊ ഒരാൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഇപ്പം ഒരു വീട്ടിലെ കുട്ടിയുടെ സാഹചര്യത്തിൽ പുറത്തോട്ട് പഠിപ്പിക്കാൻ പറ്റാത്തവരാണ് മിക്കവാറും ഈ നീറ്റ് ഗവൺമെന്റ് സീറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ അത്രയും നാളത്തെ കഷ്ടപ്പാട് ഇപ്പൊ നീറ്റ് എന്നാലും പറയല്ല അത്രയും വലിയൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ് അത് പഠിച്ച് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ. അപ്പൊ അതിൽ ഇത്രയും വലിയൊരു കഥ കാണിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടത് അല്ലേ. തെറ്റിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടത്. അവരുടെ നിഷ്കളങ്കത അവരുടെ സ്വപ്നം അവരുടെ പ്രതീക്ഷയാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അതിപ്പോ ശരിയാണ് നമ്മുടെ കുട്ടികളുടെ ജീവനായിരിക്കും നമുക്ക് വലുത് പക്ഷെ എങ്കിലും അവരുടെ സ്വപ്നത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം. ജീവൻ കിട്ടണമെന്ന് പറഞ്ഞാൽ എത്രയോ പിള്ളേരുടെ പ്രതീക്ഷ നശിക്കുന്നത് അതിലല്ലല്ലോ കൂടുതൽ. പ്രത്യേകിച്ച് പേളിമണി എന്ന് പറയുന്നത് അത്രയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ. ഇപ്പൊ ഞാൻ അടക്കമുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അതൊരു വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് വരെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അത്രയും വലിയൊരു വ്യക്തി ചിലപ്പോൾ പുള്ളിക്കാർക്ക് ആ ഒരു മീനിങ്ങിലല്ലായിരിക്കാം പറഞ്ഞത് പക്ഷെ നമ്മള് എല്ലാവരും ആ ഒരു ഇതിലാണ് കണ്ടേക്കുന്നത് അല്ലേ. താങ്കൾ അവരെ അൺഫോളോ ചെയ്തോ? ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഒരു കുട്ടി എന്നുള്ള നിലയിലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ. അപ്പം എന്താ പറയുന്നത് അത്രയും വലിയൊരു ഇതിൽ പറയേണ്ട കാര്യമില്ലായിരുന്നു. കുട്ടികളെ സപ്പോർട്ട് ചെയ്തതാണ് നിൽക്കേണ്ടത് അല്ലേ. എനിക്കത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. പേടിമണി സോറി എല്ലാവർക്കും ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു വിഷയം ഇതിനകത്ത് വലിച്ചെറിയേണ്ട കാര്യമുണ്ട്. അവര് തെറ്റ് സംഭവിച്ച് അവർ ഉദ്ദേശിച്ചത് എല്ലാവരും എടുത്ത രീതി അതാണ് പ്രശ്നം. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തിട്ടില്ല. വിഷയങ്ങളൊക്കെ ആയിരിക്കും അതെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് മാറട്ടെ. അതുപോലെ നിങ്ങളെ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും കരിയറിൽ ഒരു വലിയൊരു വിജയമായി മാറട്ടെ. എല്ലാവരും ആശംസകൾ. 7-ാം തീയതി ഞങ്ങളും ഉണ്ടാവും ഈ മൂവി കാണാൻ. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അതിൽ പറയും. എല്ലാവരും കാണണം. ജെനുവിനായിട്ടുള്ള അഭിപ്രായം അത് പറയണം.